മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൊതുപരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാനുള്ള വേർഡ് അനലോഗ്. അതായത് ഓരോ വാക്കുകൾ മറ്റൊരു വാക്കുമായി ബന്ധപ്പെട്ടതിനനുസരിച്ച് മൂന്നാമത്തെ വാക്ക് വേർഡ് നാലാമത്തെ ഏതുമായി ബന്ധപ്പെടുമെന്ന് കണ്ടെത്തുന്നതാണ് ഈ രീതി. ഇതിന് നമുക്ക് കുറച്ച് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഈ 15 ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാവും. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, വേർഡ് അനലോഗിലെ 15ഓളം ചോദ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പല മേഖലകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ജനറൽ നോളേജ് നമ്മൾക്ക് ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ടാകണമെന്ന്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ അനലോഗ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാൻ പറ്റും. ഇടത് ഭാഗത്ത് 2 എണ്ണം തരും, വലതു ഭാഗത്ത് ഒരു കാര്യം തരും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കാര്യം ചെയ്യണം. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിൽ ഏത് തരത്തിലാണോ ബന്ധമുള്ളത് അതേപോലെയുള്ള റിലേഷൻ നമുക്ക് ഈ മൂന്നാമത്തെ ഇതും ഇനി വരാൻ പോകുന്ന നാലാമത്തതും തമ്മിൽ ഉണ്ടാവും എന്ന രീതിയിലാണ് ആ ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത നിങ്ങൾക്ക് വരും. നോക്കാം, ജാനുവരി മാർച്ച്. അപ്പോൾ നിങ്ങൾക്കറിയാം ജനുവരി മാർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 മാസങ്ങളാണ് അല്ലേ, 2 ഇംഗ്ലീഷ് മാസങ്ങളാണ് ജനുവരി മാർച്ച്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ വരും, ഇവയെല്ലാം രണ്ടും 31 ദിവസമുള്ള മാസങ്ങളാണ്. ഓക്കെ, എങ്കിൽ ഏപ്രിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, ഇവിടെ ചോദ്യമുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത് ഒരു കാര്യം നോക്കേണ്ടത്, ജനുവരി മാർച്ച് എന്ന് പറയുമ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി അതിനിടയിലുണ്ട് അല്ലേ. ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു മാസം അതിനിടയിലുണ്ട്. അപ്പോൾ ഒരു മാസം വിട്ടിട്ടാണ് അടുത്ത മാസം ഇവിടെ വന്നിട്ടുള്ളത്, അതിനിടയിൽ ഒരു മന്ത് ഉണ്ട്. ഓക്കെ, അതേപോലെ ഏപ്രിലിൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത മാസം വരുന്നത് ഏതാ വരിക? മെയ് ആണ് വരിക അല്ലേ. മെയ് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ് വരിക? ജൂൺ ആണ് വരിക. അപ്പോൾ ജനുവരി ഒന്നാമത്തെ മാസമായിട്ടുള്ള ജനുവരി മൂന്നാമത്തെ മാസവുമായിട്ട് കണക്ട് ചെയ്തിട്ടുപോലെ നമുക്ക് ഇവിടെ വരുന്നത് നാലാമത്തെ മാസമായിട്ടുള്ള ഏപ്രിൽ, അടുത്തത് ഏത്? 1, 3 കണക്ട് ചെയ്തെങ്കിൽ 4 അടുത്ത 1 കഴിച്ചിട്ട് അടുത്തത് അത് എത്രാമത്തത്? 6ാമത്തെ മാസമായിട്ട് കണക്ട് ചെയ്യണം. 6ാമത്തെ മാസം നമുക്ക് ഏതാണ് വരിക? ജൂൺ ആണ് 6ാമത്തെ മാസം വരിക. ഇതിപ്പോൾ ഈ ചോദ്യം ഈ തരത്തിൽ വരുമ്പോൾ ജൂൺ അതിൻ്റെ ആൻസർ വന്നു. ചിലപ്പോൾ ജനുവരിയും മാർച്ചും 31 ദിവസങ്ങളുള്ള മാസങ്ങളാണ്, ഏപ്രിലിനും 30 ദിവസങ്ങളുള്ള മാസങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ആ തരത്തിലും ഇതിൻ്റെ ആൻസർ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ മനസ്സിലായല്ലോ. 1, 3 തമ്മിലാണ് വരിക. അതേപോലെ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് ആണ്, അത് കഴിഞ്ഞിട്ടുള്ള ജൂൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ സെൻറ്റിമീറ്റർ. മലയാളത്തിൽ പറഞ്ഞാൽ ചുറ്റളവ്, സെൻറ്റിമീറ്റർ എന്ന് തന്നെ പറയാം. ചുറ്റളവ് സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാ പറയാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക. പെരിമീറ്റർ എന്ന് പറഞ്ഞ ചുറ്റളവ്, ചുറ്റളവിനെ ഏത് യൂണിറ്റിലാണ് പറയുക? സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റിലാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്? യൂണിറ്റ്. ഇവിടെ യൂണിറ്റ് ബന്ധമാണ്. പെരിമീറ്ററിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്ററിലാണ് പറയുക. അപ്പോൾ ഏരിയ, പരപ്പളവ് എന്നാണ് മലയാളത്തിൽ പറയുക, വിസ്തീർണം എന്നും പറയും. അപ്പോൾ ഏരിയ ഏതിലാണ് പറയുക? ലിറ്ററിൽ പറയില്ല, മീറ്ററിൽ പറയില്ല, സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് പറയുക. സ്ക്വയർ സെൻറ്റിമീറ്റർ, അതിൻ്റെ മലയാളം ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞതിൻ്റെ യൂണിറ്റാണ് തന്നത്, അപ്പോൾ രണ്ടാമത് പറഞ്ഞതിൻ്റെയും യൂണിറ്റ് അറിയണം. അപ്പോൾ യൂണിറ്റ് സെൻറ്റിമീറ്ററിൽ പറഞ്ഞതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഇവിടെ മീറ്ററിലാണ് പറഞ്ഞത് എങ്കിൽ പെരിമീറ്റർ, അത് യൂണിറ്റ് മീറ്ററിലാണ് പറഞ്ഞതെങ്കിൽ ഏരിയ സ്ക്വയർ മീറ്ററിലാണ് വേണ്ടത്. ഓക്കെ, അതുകൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ യൂണിറ്റാണ് ഇവിടെയുള്ള ബന്ധം. നോക്ക്, അടുത്തത് ആന്ത്രോപോളജി, സുവോളജി ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് ബയോളജി അറിയാം, സുവോളജി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആന്ത്രോപോളജി മാനവശാസ്ത്രം, അതായത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് പേരിൽ? ആന്ത്രോപോളജി വരിക. അപ്പോൾ അതേപോലെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുപോലെ
സുവോളജി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെടികളാണ്, ആനിമല് മൃഗങ്ങൾ ജന്തുക്കളാണ്, ബ്ലഡ് എന്ന് പറയുന്നത് ചോരയാണ്. അപ്പോൾ ബ്ലഡ് വരില്ല എന്ന് നമുക്ക് ഊഹിച്ചിട്ട് ഉറപ്പായിട്ട് പറയാം. പ്ലാന്റ് ചെടികളാണ്, സുവോളജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും സുവോളജി, സൂ എന്ന് പറയുന്നത് മൃഗശാലയാണല്ലോ, അപ്പോൾ മൃഗങ്ങളുള്ളതാണ് സൂ. അതുകൊണ്ട് സുവോളജി ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ആനിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുവോളജി. അപ്പോൾ ഇത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രമാണ് എങ്കിൽ ആനിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുവോളജി. ഓക്കെ, ശരി. അടുത്തത് നോക്കൂ, കൊച്ചി കണ്ണൂർ ബന്ധമുണ്ട്, നാഗർകോവിൽ ഏതുമായിട്ടാണ് ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചി കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ 2 സ്ഥലങ്ങളാണ് കൊച്ചിയും കണ്ണൂരും. അപ്പോൾ നാഗർകോവിൽ എവിടെയുള്ള സ്ഥലമാണ്? തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് നോക്കാം, കൊല്ലം, മധുരൈ, മാംഗ്ലൂർ, അങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൊല്ലം, മധുരൈ, മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വരിക? ഇതിലേതാ വരിക? കൊല്ലം വരില്ല, കൊല്ലം കേരളത്തിലാണ്, മാംഗ്ലൂർ കർണാടകത്തിലാണ്, മധുരൈ ആണ് അതിൻ്റെ ആൻസർ വരിക. കേരളത്തിലെ 2 ജില്ലകളാണ്, 2 സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്, കൊച്ചിയും കണ്ണൂരും. ഓക്കെ, അപ്പോൾ അതാണ് ബന്ധം. ഇവിടെ ഈ ഒരു സംസ്ഥാനത്തെ സ്ഥലങ്ങൾ കൊടുത്തു, ഇവിടെ മനുഷ്യൻ്റെ ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം, ഇവിടെ അളവും അതിൻ്റെ യൂണിറ്റുമായിട്ടുള്ള ബന്ധം, ഇവിടെ മാസങ്ങൾ ഒന്നിടവിട്ട മാസങ്ങൾ സ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ, അടുത്തത് കോർപ്പറേഷൻ മേയർ, പഞ്ചായത്ത് എന്താണെന്നാണ്. ഇപ്പോൾ കോർപ്പറേഷൻ മേയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ആര്? ഏറ്റവും വലിയ ആളാണ് ആര്? മേയർ. ഓക്കെ, അപ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആരാണ് വരിക? പഞ്ചായത്തിൻ്റെ വാർഡ് വരില്ല, മെമ്പർ വരില്ല, പ്രസിഡന്റ് അല്ലേ? പഞ്ചായത്തിന് പ്രസിഡന്റാണ്, കോർപ്പറേഷന് മേയറെ പോലെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡായിട്ടുള്ള സ്ഥാനപതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആരാണ് വരിക? പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ പ്രസിഡന്റാണ് അതിൻ്റെ ഉത്തരം വരിക. അടുത്തത് ഇത് സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അടുത്തത് നോക്ക്, യെൻ ജപ്പാൻ, റൂബിൾ ഏതുമായിട്ട് ബന്ധം? അപ്പോൾ എന്താണ് യെന്നും ജപ്പാനും തമ്മിലുള്ള ബന്ധം എന്ന് അറിയേണ്ടത്? യെൻ എന്ന് പറയുന്നത് ജപ്പാനിലെ കറൻസിയാണ്, ജപ്പാനിലെ കറൻസിയാണ് യെൻ. അങ്ങനെയാണെങ്കിൽ ജപ്പാനിലെ കറൻസിയാണ് യെൻ. അതേപോലെ ഈ റൂബിൾ അപ്പോൾ ഏത് രാജ്യത്തെ കറൻസിയാണ്, നാണയമാണ് എന്ന് അറിഞ്ഞാൽ മതി. ഏത് രാജ്യത്തെ കറൻസിയാണ് റൂബിൾ എന്ന് പറയുന്നത്? പോളണ്ട് അല്ല, റഷ്യയിലെ കറൻസിയാണ് റൂബിൾ. തന്നെ വരുന്നില്ലേ, റഷ്യ റൂബിൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ജനറൽ നോളേജ് നമ്മൾ കുറച്ചറിഞ്ഞിരിക്കണം. സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, കാറ്ററാക്ട് ട്യൂബർക്കുലോസിസ് ഏതുമായിട്ടാണ്? കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം. ഏത് തിമിരം? കണ്ണ്. അപ്പോൾ കണ്ണിൻ്റെ അസുഖമാണ് തിമിരം. അങ്ങനെയാണെങ്കിൽ ട്യൂബർക്കുലോസിസ് ഏതിനെയാണ് ബാധിക്കുക? തിമിരം കണ്ണിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ട്യൂബർക്കുലോസിസ്, ക്ഷയം എന്നൊക്കെ പറയാറില്ലേ, ട്യൂബർക്കുലോസിസ് ഏതിനെയാണ് ബാധിക്കുക? ഹാർട്ടിനെ ബാധിക്കില്ല, നോസിനെ ബാധിക്കില്ല, മൂക്കിനെയും അതേപോലെ ഹൃദയത്തെയൊന്നും ബാധിക്കുക. ഏതിനെയാണ് ബാധിക്കുക? ലങ്സിനെയാണ് ബാധിക്കുക, ശ്വാസകോശത്തിനെയാണ് ട്യൂബർക്കുലോസിസ് ബാധിക്കുക. അപ്പോൾ ഇതെന്താണ് ബന്ധം? ഒരു അവയവത്തിന് വരുന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യങ്ങൾ പോയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാഡി ഫീൽഡ് അയേൺ ഏതുമായി? നെല്ല് വയൽ പാടം, നെല്ല് പാടവുമായിട്ടാണ് ബന്ധം. ഇരുമ്പ് ഏതുമായിട്ട് ബന്ധം? അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? പാടത്തിലാണ് നെല്ലുണ്ടാകുന്നത്. അപ്പോൾ ഇരുമ്പുണ്ടാവൽ എവിടെയാണെന്നാണ് ചോക്കു. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ്, ഫാക്ടറി വ്യവസായശാല, മൈൻ ഖനി. മൈൻ എന്ന് പറഞ്ഞാൽ ഖനി. ഖനിയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? അയേൺ, ഇരുമ്പ് കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ പാഡി ഫീൽഡിൽ നിന്ന് എടുക്കുന്നത് പോലെ പാടത്ത് നിന്ന് നെല്ല് കിട്ടുന്നത്, നെല്ല് പാടത്ത് നിന്നാണ് കിട്ടുന്നതെങ്കിൽ ഇരുമ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മൈൻ, ഖനിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ അയേൺ, മൈൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ബേർഡ് വിങ്സ്, കാറ് എന്തുമായിട്ട് ബന്ധം?
അതായത് പക്ഷി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിങ്സ്, ചിറകുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിൽ കാറ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? പക്ഷി പറക്കാനല്ലേ ചിറകുകൾ ഉപയോഗിക്കുക, അല്ലേ? പറക്കാനല്ലേ ചിറകുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാറ് ഓടുന്ന സമയത്ത് ഏതാണ് വരും നോക്കുക. ഡോറുമായിട്ട് ഈ സഞ്ചരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധമല്ലോ. പക്ഷി സഞ്ചരിക്കുന്നത് ചിറക് വെച്ചിട്ടല്ലേ സഞ്ചരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് പറഞ്ഞാൽ തിരിക്കൽ എന്നാണല്ലേ. പിന്നെ ഇവിടെ എന്തുണ്ട്? വീൽസ് ഉണ്ട്. ഈ വീൽസ് കറങ്ങുമ്പോഴല്ലേ നീങ്ങുന്നത്. കാറ് നീങ്ങുന്നത് എപ്പോഴാണ്? വീൽസ് കറങ്ങുമ്പോഴാണ്. ചിറക് വിടർത്തി സഞ്ചരിക്കുമ്പോഴാണ് പക്ഷി സഞ്ചരിക്കുന്നത്. അപ്പോൾ കാറ് സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതാണ് ആൻസർ വരിക? വീൽസാണ് വരിക. അപ്പോൾ കാറിന് വീൽസ് പോലെയാണ് എന്ത്? പക്ഷിക്ക് ചിറകുകൾ. ഓക്കെ. അടുത്തത് ലൈൻ, സ്ക്വയർ, ആർക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടത്? ലൈൻ, സ്ക്വയർ, ലൈൻ എന്ന് പറഞ്ഞാൽ വര, സമചതുരം, വര സമചതുരം. ആർക്ക് ഒരു ചാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനെ വരുന്നതാണ് വര. ആർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നത്, അല്ലേ? ഇങ്ങനെ വളഞ്ഞു വരുന്നതാണ് ആർക്ക്. ഈ മോഡലൊക്കെ വരുന്നതാണ് ആർക്ക്. അപ്പോൾ ലൈനിനെ കൊണ്ട് നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ഈ ലൈനിനെ കൊണ്ട് എങ്ങനെയാണ് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുക? ഇതേമാതിരി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ക്വയർ കിട്ടും. ലൈനാണ് സ്ക്വയറിലുള്ളത്. എന്താണ്? ലൈനാണ് ഉള്ളത്. അപ്പോൾ അതേമാതിരി ഇത് ഏതിൽ വരുന്നതാണ്? സ്ക്വയറിൽ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിൽ വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്? സർക്കിൾ, ക്യൂബ്, ട്രയാങ്കിൾ. അപ്പോൾ നോക്കുക, സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? വട്ടമാണ് വരിക, അല്ലേ? ഇതല്ലേ വട്ടം. ഈ വട്ടത്തിൽ വരുന്നതല്ലേ ഈ രൂപം ഈ വട്ടത്തിൽ വരുന്നതല്ലേ? അപ്പോൾ ആർക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കിളുമായിട്ട്. ഈ ചാപം എന്നാണ് മലയാളത്തിൽ പറയാം. ചാപം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൃത്തവുമായി. സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തം. ഓക്കെ. ഇനി ക്രിക്കറ്റ് പിച്ച്, ബോക്സിങ് എന്തുമായിട്ട്? ഇപ്പോൾ ക്രിക്കറ്റ് പിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിക്കറ്റ് കളി നടക്കുന്നത് പിച്ചിലാണ്. ക്രിക്കറ്റ് കളിക്കുന്ന ആ ബാറ്റ്സ്മാൻമാർ നിൽക്കുന്ന സ്ഥലത്തിനാണ് പറയുക പിച്ച് എന്ന് പറയുക. അതേപോലെ ബോക്സിങ് എവിടെയാണ് നടക്കുക? സ്റ്റേഡിയം, റിങ്, കോർട്ട്. അപ്പോൾ ബോക്സിംഗ് നടക്കുന്നത് ആ സ്ഥലത്തിന് പ്രത്യേക, ക്രിക്കറ്റിലെ പിച്ച് എന്ന് പറയുന്നത് പോലെ ബോക്സിംഗ് നടക്കുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേക പേരാണ് റിങ് എന്നാണ് പറയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോക്സിംഗ് നടക്കുന്നത്. ഇങ്ങനെ 4 ഭാഗത്തും ഒരു കയറ് കെട്ടിയ മാതിരി കണ്ടിട്ടുണ്ടാവില്ലേ? അതിന് റിങ് എന്നാണ് പറയുക. കോർട്ട് എന്നല്ല. ഫുട്ബോളിന് കോർട്ട്, ഓക്കെ. സ്റ്റേഡിയം എന്നുള്ള പൊതുയോഗമൊക്കെ നടക്കുന്ന സ്ഥലം സ്റ്റേഡിയം. അപ്പോൾ ബോക്സിങ് റിങ് ആണ്. ഓക്കെ. ഇനി മെഡിസിൻ ആരുമായിട്ട് ബന്ധം? പേഷ്യൻ്റുമായിട്ട്. മരുന്ന് രോഗിയായിട്ട് ബന്ധം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മെഡിസിൻ ആരാണ്? പേഷ്യൻ്റാണ് മെഡിസിൻ കഴിക്കുക, അല്ലേ? അപ്പോൾ ഈ വിദ്യാഭ്യാസം നേടുന്നത് ആരാണ്? സ്കൂള്, സ്റ്റുഡൻറ്റ്, ക്ലാസ്. അപ്പോൾ അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. സ്റ്റുഡൻറ്റിനാണ് എഡ്യൂക്കേഷൻ ഉണ്ടാവും, അല്ലേ? പേഷ്യൻറ്റിന് മെഡിസിൻ പോലെ സ്റ്റുഡൻറ്റിന് എന്തുണ്ടാവും? എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നത് പേഷ്യൻറ്റിനാണ്, വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആർക്കാണ്? സ്റ്റുഡൻറ്റിനാണ്, വിദ്യാർത്ഥിക്കാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അത് വിദ്യാർത്ഥിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. ബേർഡ് എയറുമായിട്ട് ബന്ധം, ഫിഷ് ഏതുമായിട്ട് ബന്ധം? അപ്പോൾ ബേർഡ് എയറുമായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ ബേർഡ് എയറിലാണ് പോകുന്നത്, അല്ലേ? വായുവിലാണ് പക്ഷി പറക്കുന്നത്, സഞ്ചരിക്കുന്നത്. അപ്പോൾ ഫിഷ് എവിടെയാണെന്നാണ്? ഓഷ്യൻ, സീ, വാട്ടർ. ശ്രദ്ധിക്കണം, ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, സീ എന്ന് പറഞ്ഞാൽ കടലാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അപ്പോൾ ചില കുട്ടികൾ ഓഷ്യനും സീ എന്നെല്ലാം എഴുതി തെറ്റിക്കും. ആൻസർ വരിക വാട്ടറാണ്. കാരണം എന്താ? ഈ ഓഷ്യനിൽ വാട്ടർ ഉണ്ടായതുകൊണ്ടാണ് ഫിഷ് അതിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ബേർഡ് എയറിലായതുപോലെ ഫിഷ് എവിടെയാണ് വരിക? വാട്ടറിലാണ് വരിക. ഓക്കെ. വാട്ടറിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ. കാറ്റ്, ഊഫ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പൂച്ചയുടെ ആ കാൽപാദത്തിനാണ് നമ്മൾ എന്ന് പറയാം. കാൽപാദം, പൂച്ചയുടെ കാൽപാദമാണ് പോ. അപ്പോൾ ഹൂഫ് ആരുടെ കാൽപാദം എന്നുള്ളതാണ്? ഹൂഫ് ഹോഴ്സിൻ്റെ കാൽപാദമാണ്. ഹോഴ്സിൻ്റെ കുളമ്പ്, ഹൂഫ് എന്ന് പറഞ്ഞാൽ കുളമ്പുള്ളത് ആർക്കാണ്? ഹോഴ്സിനാണുള്ളത്. ഓക്കെ. ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് പേരുണ്ട്. ഓരോന്നിനും ഓരോരോ മൃഗങ്ങളുടെയും ഈ കാൽപാദങ്ങൾക്ക്
ഓരോ പേരുകളുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ കാൽപാദത്തിൻ്റെ വരുന്നത് പോ എന്നാണ് വിളിക്കുക. അതേപോലെ ഹോഴ്സിൻ്റെ കാൽപാദത്തിന് പറഞ്ഞ പേരാണ് ഹൂഫ്. കുതിരയുടെ കാൽപാദത്തിന് കുളമ്പ് എന്ന് പറയും. ഓക്കെ, ആ അടിയിലെ കാലിൻ്റെ അടിയിൽ വരുന്നതില്ലേ, അതിനെയാണ് പറയുക ഹൂഫ് എന്ന് പറയുക. അപ്പോൾ ചില വാക്കുകൾ, ഓരോന്നിൻ്റെ കാൽപാദങ്ങൾ, ഓരോരോ നാണയങ്ങൾ, ഓരോരോ ക്രിക്കറ്റ് കളിസ്ഥലത്തിൻ്റെ പേരുകൾ, തലസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഈ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ആദ്യം ഈ ക്ലാസ് പോസ് ചെയ്ത് സ്വന്തം തന്നെ കണ്ടു നോക്കുക. ഇതിനെക്കുറിച്ച് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.